എന്റെ പടച്ചോറി എന്ത് കളിയാ നിങ്ങൾ കളിക്കുന്നേ? സത്യേട്ടാ സുഖേട്ടാ നിങ്ങൾ വിട്ടണേ. ഇതിന്റെ കണക്ഷൻ എവിടെയായത്? സുഖേട്ടാ എന്ത് കളിയാ ഇതാരോടാ പറയാ പടച്ചോനെ? ഇവിടെ ഭയങ്കര അടി നടക്കുന്നു. വന്നുകൂടോ വേമ ഇവിടെ അടി കുരി അതെ ആ ചേക്കമ്പി മുറിച്ചു കഴിഞ്ഞാ ജയിലിൽ കൊണ്ടുവരുന്ന KCB-കാരനോട് പറഞ്ഞു അന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവാ. കാശ് കെട്ടുന്ന പറഞ്ഞ ആരാണെന്ന് പോയി കാശ് ഒരു ചേക്കമ്പിയുടെ കാര്യത്തിൽ തീരുമാനം ഒന്നും പറയണ്ട മെമ്പറെ. ഞാൻ ഇവരൊരു ഉപകാരം ചെയ്താണ്. ഞാൻ എന്തുപകാരമാണ് എന്റെ വാർഡതിർത്തിയിൽ ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കില്ല. ഈ വഴക്കുണ്ടാകല് നിങ്ങൾ കാര്യം എന്നോട് പറഞ്ഞ ഞാൻ പരിഹരിച്ചു. എന്റെ മെമ്പറെ ഇവന്റെ വളപ്പിലെ സ്റ്റേ കമ്പി എന്നോട് എടുത്ത് മാറ്റാൻ ഞാനല്ല. ഇതിന്റെ ആള് KCB എന്ന് പറഞ്ഞാൽ കേക്കണ്ടേ? എന്താ ആ സ്റ്റേ കമ്പി എന്റെ വളപ്പിൽ എങ്ങനെ വന്നറിയാം മെമ്പറെ? ഇവന്റെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് വെച്ചപ്പോ ആ പോസ്റ്റ് അവിടെ നിൽക്കണമെങ്കിൽ ഒരു സ്റ്റേ കമ്പി വേണം. അപ്പൊ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ ഇവന്റെ പോസ്റ്റിന് വേണ്ടി എന്റെ വളപ്പില് സ്റ്റേ കമ്പി വെക്കാൻ പറഞ്ഞു. ഏത് കാലത്തായിക്കോട്ടെ എനിക്ക് വേണ്ടി ചെയ്തല്ലേ? ഒന്നും മിണ്ടാതെ മെമ്പറെ. എന്നിട്ട് ഞാൻ KCB പോയി അന്വേഷിച്ചു. അപ്പൊ പോസ്റ്റ് മാറ്റണമെങ്കിൽ കാശ് കെട്ടണമെന്നാ പറയുന്നത്. ഇവൻ ചെന്ന് കാശ് കെട്ടണ്ടേ? എന്റെ പോസ്റ്റ് നിന്റെ കമ്പി മാറ്റാൻ ഞാൻ പൈസ കൊടുക്കണം. നീ രണ്ട് കാലം നടക്കില്ലേ? അതെ അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടനാകുമ്പോ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ പരിഹരിച്ചു തരാം. ഈ സ്റ്റേ കമ്പി ഇപ്പൊ എവിടെയുണ്ട്? ഇതിപ്പോ ബഹളം വെച്ചോണ്ട് കാര്യമില്ലേ? അങ്ങനെയല്ല കാര്യം നടക്കണ്ടേ? അതെ പരിഹരിച്ചാ മതിയല്ലോ. ആ പോസ്റ്റാണ് അവന് വേണ്ടി വെച്ചത്. അതിന്റെ സ്റ്റേ കമ്പിയാണിത്. ഈ വളപ്പ് നോക്കാനാണ് ആള് വന്നത്. അപ്പൊ ഈ സ്റ്റേ കമ്പ് മാറ്റി കൊടുത്താലാണ് ഈ വളപ്പ് വാങ്ങുമെന്ന് അവര് പറഞ്ഞു. അവന് വേണ്ടി വെച്ചല്ലേ? അപ്പൊ അവനൊന്ന് KCB-യിൽ വന്നിട്ട് ആ പറഞ്ഞ കാശ് കെട്ടിയിട്ട് ഇത് മാറ്റി തരണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് KCB പോവാം. ഞാൻ ഒന്ന് പറഞ്ഞോക്കട്ടെ. മെമ്പർ വരുമോ? പിന്നെന്താ? എനിക്ക് എന്തായാലും വേണ്ടില്ല. എനിക്കിത് മാറ്റി കിട്ടണം. ഇനി ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവരുത്. എനിക്കിത് മാറ്റി കിട്ടിയാ മതി. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇത് ഇങ്ങോട്ടേ പോവൂ. ചേട്ടാ എണീറ്റ് എവിടുന്ന്? ഒന്നാമത്തെ സമാധാനം ഇല്ലാതെ നടന്നിട്ടാണ് ഇതൊക്കെ നോക്കി നടക്കണ്ടേ? അത് അങ്ങനെയൊന്നും പിടിക്കണ്ട. അതാ ഇനി കാല് വേദന എടുക്കില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളൊന്നും സമാധാനത്തിൽ വേണം. അല്ലാതെ നമ്മൾ പ്രഷർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടല്ലേ ആത്മാർത്ഥമായിട്ടത് ചെയ്യാന്ന് പറയൂ സ്വരൂപേ. സാറേ നമസ്കാരം. എന്നെ മനസ്സിലായോ? നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ പുറകത്തെ നമ്മൾ നിങ്ങളൊന്ന് കാണാൻ വന്നാ. നിങ്ങളൊന്ന് ആ മീറ്റർ മാറ്റിയില്ലേ പെരേല്? അതിനുശേഷം കറണ്ട് ബില്ലൊക്കെ കുറവാ. അപ്പൊ അതിന്റെ ഒരു നന്ദി പറയാൻ വേണ്ടിട്ട് വന്നതാ. അതെല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഒന്ന് പുറത്തേക്ക് വരുമോ? ഒന്ന് വരും. ഇപ്പൊ പോവാ. ഇവിടെ വരും. അതൊന്നുമല്ല. വരുന്നു. മൂപ്പരൊക്കെ ടൈമേ നല്ലോണം മേടിക്കുമായിരിക്കും അല്ലേ? നമുക്കൊന്നും താരം തരാത്ത ഉപകാരം ചെയ്യുന്നല്ലേ? അതെ ഡ്യൂട്ടിയിലാണ് ഞാനിപ്പം. അത് കുഴപ്പമില്ല. അതെ അതെ ഇതൊന്ന് നോക്കി നിങ്ങള്. ഇത് പുതിയ ബില്ല് വന്നതാ. നോക്കി അതൊക്കെ നോക്കാൻ കുറവാണല്ലോ. എങ്ങനെ കുറവാകും അല്ലേ? അന്ന് നിങ്ങൾ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിനി ആ മാസം എനിക്ക് വന്ന ബില്ല് 6500 ഇപ്പൊ വന്ന ബില്ല് 6750. അതെന്താ അങ്ങനെ? എന്താ അങ്ങനെ? അതായത് മീറ്റർ മാറ്റി വെച്ചിട്ടും ഇത്രയും ബില്ല് വരികയാണെങ്കിൽ മീറ്ററിനാണോ കുഴപ്പം? ആണോ? അല്ല പിന്നെ എവിടെയാ? അതെ ഞാൻ അന്ന് വന്നപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത്? ഞാൻ പിന്നെ ഒരു പരീക്ഷണാർത്ഥം മീറ്റർ മാറ്റി വെച്ചിട്ട് മീറ്ററിന്റെ കുഴപ്പം അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കുഴപ്പം കണ്ടുപിടിക്കാം. കുഴപ്പം എനിക്കറിയാം. സർവീസ് കേബിളിന്റെ കുഴപ്പമാണ്. അത്
അത് ഹാജിയാരി പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ മീറ്റർ മാറ്റി വെച്ചതിന്റെ അത്രയും പൈസയൊന്നും വേണ്ടി വരില്ല. സർവീസ് കേബിളിന് ഞാനൊരു കാര്യം ചെയ്യാം. സർവീസ് കേബിൾ മാറ്റാനുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ തരാം. ഇനി സാർ എസ്റ്റിമേറ്റ് തരണ്ട. ഇനി ഞാനൊരു എസ്റ്റിമേറ്റ് അങ്ങോട്ട് തരാം. അതെങ്കിലും മേടിച്ചോളി. എന്തേ ഇതേ ഓരോ മുന്നിന്ന് തരാഞ്ഞത് എൻ്റെ മാന്യതയാണ്. ഇനി ഇതിന്റെ പേരിൽ എൻ്റെ പെരയിലെ കറണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇരുട്ടത്ത് കുത്തിരിക്കും. എനിക്ക് സന്തോഷമാണ്, മനസമാധാന വലുത് മനുഷ്യന് കേട്ടോ. ഒരു കാര്യം കൂടെ, ഇനി അങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഒരു വരവും കൂടി ഞാൻ ഇവിടെ വരും. തീയിട്ടടങ്ങിയ സാറേ നല്ല അടി ഞാൻ കണ്ടു. കണ്ടല്ലേ? കണ്ടു സാറേ. ആരോടും പറയല്ലോ. എന്റെ സാറേ നെറുകേട് കാണിക്കലോ ഉണ്ണി. സാറിനോട് ഇന്നൊരു സ്നേഹമുണ്ട്, ബന്ധമുണ്ട്. ഞാൻ ദേശം അടിച്ചപ്പോൾ സാറ് മുകളിൽ പറയാന്ന് പറഞ്ഞല്ലോ, പക്ഷെ സാറ് പറഞ്ഞില്ല. ഞാൻ പറയില്ല സാറേ. ഒരു 500 രൂപ കടം തരുമോ? പറയില്ല. ആയിരമുണ്ട്. ഒരിക്കലും ആരോടും പറയാം. ഒരാളോടും പറയില്ല സാറേ. അടി കിട്ടിയ പാട് പൊന്തി വരുന്നതിന് മുമ്പേ ലീവ് എടുത്ത് വീട്ടിലേക്ക് വിട്ടോ സാറേ. എല്ലാ ആളോടും കണക്ക് പറയേണ്ടി വരും. എന്തായത് നമ്മളെ മന്തിൽ എത്ര ഇത് നമ്മളെ ഇതിൽ കമ്പ്യൂട്ടർ കേട്ടോ. രാഘവേട്ടാ, ഞാൻ അത്യാവശ്യമായിട്ടൊരു ഹാഫ് ഡേ ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. ചോദിച്ചാൽ പറഞ്ഞേക്കണം. ഒരു ഹോസ്പിറ്റൽ കേസാണ് പറഞ്ഞത് കേട്ടോ. സ്വരൂപേ ഒന്ന് നോക്കിക്കോളെ കാര്യം കേട്ടോ. അടുത്തേം വേറെ എവിടെയോ മേടിക്കാൻ പോകുന്നയാ? അല്ല, നല്ല ഗോൾ അടിച്ചിട്ടുണ്ടാവും. അത് സ്വർണ്ണമാറ്റം മേടിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ അടുത്തേം മേടിക്കാൻ പോകുന്നതായിരിക്കും. മൊത്തം യൂണിറ്റ് കണക്ക്. സർ, ഈ മന്മഥോടെ പോയി ഹാഫ് ഡേ ലീവാണെന്ന് പറഞ്ഞിട്ട് പോയി. എന്നോട് പറഞ്ഞില്ല. അല്ലേ സാറേ, ഞങ്ങളെ പറയാൻ ഏൽപ്പിച്ചതാ. പുള്ളിക്ക് എന്തോ ഹോസ്പിറ്റൽ കേസാന്ന് പറഞ്ഞത്. നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാനപ്പോൾ അവിടെ എന്തിനിരിക്കുകയാണ്? സാറേ അപ്പൊ പൈസ അടക്കല്ലേ? എന്തിന്? എന്റെ ആവശ്യത്തിനൊന്നല്ലല്ലോ. പൈസ അടയ്ക്കാണ്ട് അത് മാറ്റാൻ പറ്റുമെന്ന് അറിയാനാ വന്നത്. പൈസ അടക്കാതെ മാറ്റാൻ പറ്റില്ല. മെമ്പർ ഇരിക്കുക. അല്ല സാറേ, ഇരിക്കൊന്നും വേണ്ട. ഇതിപ്പോ ഈ കാര്യം നടന്നു കിട്ടിയാൽ മതി സാറേ. പുള്ളി ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരാളെ സഹായിക്കുമ്പോ ഇങ്ങനെ കയറി ഇറങ്ങി നടത്തേണ്ട കാര്യമുണ്ടോ? മെമ്പറെ, ഇത് നമ്മളൊരു സ്റ്റേ കമ്പി അവിടെ നിന്ന് മാറ്റിയിടാൻ നേരത്തെ ആ കമ്പി മാത്രം വലിച്ച് വേറെ സ്ഥലത്ത് കെട്ടാനൊക്കില്ല. അതിനോടനുബന്ധമായിട്ട് ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. ആ പോസ്റ്റും സുരക്ഷിതമായ സ്ഥലത്തോട്ട് മാറ്റിയിടണം. അപ്പൊ അതിനൊരു എസ്റ്റിമേറ്റ് എത്ര രാവട്ടാ? അത് 8000. 8000 രൂപ അതിന് ചെലവ് വരും. അതിപ്പോ ആര് വഹിക്കും? ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് എഴുതി മേടിച്ചിട്ടുണ്ടാന്ന്. പിന്നല്ലേ, കൺസെന്റ് വാങ്ങിയിട്ടില്ലേ? അന്ന് അങ്ങനെ ഒരു നിയമം അത്ര കർശനായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഒരു പേപ്പർ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇല്ല, കണ്ട. അപ്പൊ അല്ല, കൺസെന്റും തൂങ്ങണ്ട. എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ നല്ല ലോഹ്യത്തിൽ ഇരിക്കാൻ നേരത്ത് അവിടെ കെട്ടിക്കോ ഇവിടെ കെട്ടിക്കോ എന്നൊക്കെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോ അത് അവിടുന്ന് പറിച്ചു മാറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പറ്റില്ല. എന്റെ സമ്മതില്ലാണ്ട് എന്റെ പറമ്പിൽ സ്റ്റേ കമ്പി കുഴിച്ചിടാൻ പറ്റും? അല്ല, സുഗതേണ്ണ അന്ന് സമ്മതിച്ചോണ്ടല്ലേ അവരിട്ടത്. പക്ഷെ അതിന് തെളിവില്ലല്ലോ. ഞാൻ കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. എന്റെ സമ്മതമില്ലാതെ എന്റെ പറമ്പിൽ സ്റ്റേ കമ്പി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ പരാതി കൊടുക്കാൻ പോവാ. ഈ സ്റ്റേ കമ്പിയും പോസ്റ്റും മാറ്റിയിടണമെങ്കിൽ നമുക്ക് 8000 രൂപ ചെലവ് വരും. അതിന് പുറത്തുനിന്ന് ആളുകളെയൊക്കെ വിളിക്കണം കൂലിക്ക്. എന്നെ കൊണ്ടായ ഒരു സഹായം ഞാൻ പറയാം. നമ്മ പുറത്തുനിന്ന് വിളിക്കണവർ ഒരു 4000 രൂപയെങ്കിലും ചേട്ടൻ വായിക്കി, ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. സുഗതേട്ടാ, പകുതി ചെലവ് കൊടുത്താൽ മതി. അതായത് ഒരു 4000 രൂപ കൊടുത്താൽ മതി. അത് നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ പറമ്പിന് വേണ്ടിയല്ലേ. അത് പറ്റില്ല. 10 പൈസ ഞാൻ ചെലവാക്കില്ല. എന്റെ സമ്മതമില്ലാണ്ട് എന്റെ പറമ്പിലെ സ്റ്റേ കമ്പി കുത്തിയതിന് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ കോടതിയിലെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും.
മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.